ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലായിരിക്കുമ്പോൾ അവിടെയുള്ള സഹാബത്ത്, കർഷകരായ ആളുകൾ അവരുടെ ആദ്യ വിളവെടുപ്പിൻ്റെ ഒരു ഓഹരി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്ന് സമർപ്പിക്കുമായിരുന്നു, അവിടുത്തേക്ക് നൽകുമായിരുന്നു. തിരുനബി തങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടാണ്, അവരുടെ ആത്മാവിനേക്കാളൊക്കെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നത് കൊണ്ടാണ്, ആത്മബന്ധം പുലർത്തുന്നത് കൊണ്ടാണ്, അവിടുത്തെ ദുആ കിട്ടാൻ വേണ്ടിയാണ്. ആ ദുആ കൊണ്ട് അവരുടെ പഴവർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലുമൊക്കെ ബറക്കത്ത് ലഭിക്കുവാനും വേണ്ടിയാണ്. അത്തരത്തിൽ ഇൽമും ഇബാദത്തുമൊക്കെ ഉള്ളവർക്ക് അങ്ങനെ കൊടുക്കൽ സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു. ഈ വിധത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ട്, സഹാബത്തും അത് അനുവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെ സദഖയോ സകാത്തോ ഹദിയയൊക്കെ ആരെങ്കിലും കൊണ്ടുതന്ന് അത് സ്വീകരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണമെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്. വസല്ലി അലൈഹിം ഇന്ന സലാത്തക സകനുൽ ലഹും. നബിയെ, അങ്ങ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുക്കണം, അങ്ങയുടെ പ്രാർത്ഥന അവർക്ക് മനസ്സമാധാനം നൽകുന്നതാണ് എന്ന് അല്ലാഹു തആല പുണ്യനബി തങ്ങളോട് പറഞ്ഞു. അങ്ങനെ ആരെങ്കിലും നമുക്ക് ഒരു സമ്മാനം നൽകിയാൽ അല്ലെങ്കിൽ ഉപകാരം ചെയ്താൽ ജസാക്കല്ലാഹു ഖൈറ എന്ന് പറയൽ സുന്നത്താണ്. അതോടൊപ്പം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തത്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സിമാരിന വബാരിക് ലനാ ഫീ മദീനത്തിന വബാരിക് ലനാ ഫീ സാഇന വഫീ മുദ്ദിന. അല്ലാഹുവേ, ബാരിക് ലനാ, നീ ഞങ്ങൾക്ക് ബറക്കത്ത് നൽകണം, അഭിവൃദ്ധി നൽകണം, ഫീ സിമാരിന, ഞങ്ങളുടെ പഴവർഗ്ഗങ്ങളിൽ, വബാരിക് ലനാ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം, ഫീ മദീനത്തിന, ഞങ്ങളുടെ ഈ മദീനയിൽ, വബാരിക് ലനാ, ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണം, ഫീ സാഇന, ഞങ്ങളുടെ അളവ് പാത്രമായ സാഇൽ അഥവാ ആ അളവ് പാത്രം കൊണ്ട് അളക്കുന്ന ധാന്യത്തിലും പഴങ്ങളിലുമെല്ലാം, വഫീ മുദ്ദിന, അതും അളവ് പാത്രമാണ്, ആ അളവ് പാത്രത്തിൽ അളക്കുന്ന ഭക്ഷ്യധാന്യങ്ങളിലും നീ ബറക്കത്ത് നൽകണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. ഇവിടെ ബാരിക് ലനാ ഫീ മദീനത്തിന എന്ന് ദുആ ചെയ്യുമ്പോൾ, അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മദീനയിൽ ഭക്ഷണം സുലഭമാക്കണേ എന്നും, ഈ മദീനയിൽ ഇസ്ലാമിൻ്റെ ശിആറുകൾ, അടയാളങ്ങൾ നീ നിലനിർത്തണമേ എന്നും അതിന് ആശയമുണ്ട്.